ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് ഇവിടെ ഞാൻ 5 നമ്പർ സീക്വൻസ് തന്നിട്ടുണ്ട്. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന്. ഇനി ഒന്നുകൂടി നമുക്കത് ഒന്ന് റിവൈസ് ചെയ്യാം. ഇവിടെ ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നാൽ നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി 2, 4, 6 എക്സെട്ര. അപ്പോൾ ആദ്യത്തെ നമ്പർ 2 ആണ്. 2ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ നമ്പറായ 4 കിട്ടുന്നത് നോക്കണം. ആദ്യത്തെ നമ്പറിന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ നമ്പറായ 4 കിട്ടിയത്. ഇനി രണ്ടാമത്തെ നമ്പറിന്റെ കൂടെ അതേ 2 തന്നെ കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്. അതായത് ഇവിടെ ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് കൂട്ടിയത് എന്ന് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സംഖ്യയായ 4ൽ നിന്ന് ആദ്യത്തെ സംഖ്യയായ 2 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. അല്ലെങ്കിൽ മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറച്ചാലും കിട്ടും അല്ലെ. 6ൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴും അതേ 2 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം, അതിന്റെ ആൽഫബറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഏത് ആൽഫബറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഡി ആണ് കോമൺ ഡിഫറൻസ്. ഡി എത്ര ആണ്? 2. അതുകൊണ്ട് ഇതെന്താണ്? 2, 4, 6 എക്സെട്ര എന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കാം. 1/2, 1, 1, 1/2 എക്സെട്ര. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് എത്ര കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത് നോക്കുകയാണ്. അതായത് ഹാഫിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 1 കിട്ടുന്നത്? ഹാഫിന്റെ കൂടെ ഹാഫ് കൂട്ടുമ്പോഴാണ് 1 കിട്ടുന്നത്. ഹാഫ് പ്ലസ് ഹാഫ് ആണല്ലോ 1. ഇനി 1ന്റെ കൂടെയും അതേ ഹാഫ് തന്നെ കൂട്ടുമ്പോഴാണ് 1.5 ആകുന്നത്. ഇവിടെയും സെയിം നമ്പർ ആണല്ലോ കൂട്ടിക്കൂട്ടി പോകുന്നത്. അല്ലെങ്കിൽ അത് ഏത് സംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ നമ്പറായ 1ൽ നിന്ന് ആദ്യത്തെ നമ്പറായ ഹാഫ് കുറയ്ക്കുന്നു. ഇപ്പോൾ 1ന് ഹാഫ് പോകുമ്പോൾ ഹാഫ് കിട്ടും. അല്ലെങ്കിൽ മൂന്നാമത്തെ സംഖ്യയായ 1.5ൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയായ 1 കുറയ്ക്കുമ്പോഴും ഹാഫ് തന്നെ കിട്ടും. ഇവിടെ സെയിം നമ്പർ ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് D = ½ ആണ്. ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അതുകൊണ്ടാണ് ഇത് കോമൺ ഡിഫറൻസ് വന്നത്. കോമൺ ഡിഫറൻസ് ½ ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. നോക്കിക്ക് 360, 360, 360 എക്സെട്ര ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഖ്യ കൂട്ടിക്കൂട്ടി പോകുന്നുണ്ടോ? എന്താ 0 അല്ലേ കൂട്ടിക്കൂട്ടി പോകുന്നത്? 0 കൂട്ടിക്കൂട്ടി പോകുക എന്ന് പറഞ്ഞാൽ 360 - 360 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? D = 0 ആണ്. ഇനി നാലാമത്തെ എക്സാമ്പിൾ. അപ്പൊ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഇനി നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. 1, 3, 5 എക്സെട്ര. 1, 3, 5 എക്സെട്രയിൽ നമുക്ക് ആദ്യം നോക്കണം എത്ര കൂട്ടിയാണ് പോകുന്നത് നോക്കാം. 1ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 3 വന്നത്. 3യുടെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 5 വന്നത്. അപ്പോൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുന്നത്? കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി രണ്ടാമത്തെ നമ്പറായ 3ൽ നിന്നും ഒന്നാമത്തെ നമ്പറായ 1 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. അല്ലെങ്കിൽ 5ൽ നിന്നും മൂന്നാമത്തെ നമ്പറായ 5ൽ നിന്നും രണ്ടാമത്തെ നമ്പറായ 3 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാവുള്ളൂ. അതിലെ പൊസിഷൻ, ആ 2 നമ്പറിന്റെ പൊസിഷൻ രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തെ കുറയ്ക്കണം, തിരിച്ച് കുറയ്ക്കരുത്. അപ്പൊ D = 2 ആണ്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. ഇനി അടുത്ത നമ്പർ നമുക്ക് ഈ സീക്വൻസ്, നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി കാണുമ്പോഴേ നമുക്കറിയാം
കുറഞ്ഞാ വരുന്നത്. ആദ്യത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തെ പിന്നെ വ്യത്യാസമില്ല. ആദ്യത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൂടിയാ വരുന്നത്. അപ്പൊ ഇവിടെ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ നോക്കും 95ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നത്. നമുക്കറിയാം 5 കുറവാണെന്നറിയാം. അല്ലെങ്കിൽ എത്ര കൂട്ടുമ്പം -5 കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നത്. ഇനി 90യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 85 കിട്ടുന്നത്? 90യേക്കാളും 5 കുറവാണ്. അല്ലെങ്കിൽ 90യുടെ കൂടെ -5 ആഡ് ചെയ്യുമ്പോഴാണ് 85 കിട്ടുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു രണ്ടാമത്തെ നമ്പറിൽ നിന്നാണ് ആദ്യത്തെ നമ്പർ കുറയ്ക്കേണ്ടത്. അല്ലെങ്കിൽ 90 ആണ് രണ്ടാമത്തെ നമ്പർ, 90യിൽ നിന്നാണ് 95 കുറയ്ക്കേണ്ടത്. 90യിൽ നിന്ന് 95 കുറയ്ക്കുമ്പോൾ -5 കിട്ടും. ഇനി 2ഉം 3ഉം നമ്പേഴ്സാണ് എടുക്കുന്നെങ്കിൽ മൂന്നാമത്തെ നമ്പറിൽ ആയ 85ൽ നിന്ന് 90 കുറയ്ക്കുക. രണ്ടാമത്തെ നമ്പറായ 90 കുറയ്ക്കുമ്പോൾ -5 കിട്ടും. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് D = -5 എന്നെഴുതാം. ഇതും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. സെയിം നമ്പറിൽ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരണം, ശിഷ്ടം 1 വരുന്ന സംഖ്യകളാണ് ഉണ്ടാക്കുന്നത്. ആ സംഖ്യാശ്രേണിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ആ സംഖ്യാശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആണോ എന്നും ചെക്ക് ചെയ്യണം. സമാന്തര ശ്രേണി ആണെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 4 കൊണ്ടാണ് ഹരിക്കുന്നത്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരണം. അപ്പൊ 4ന്റെ ടേബിൾ ആദ്യം നോക്കുക. മൾട്ടിപ്പിൾസ് ഓഫ് 4 ആദ്യം നോക്കുക. ഏതൊക്കെയാ? 0, 4, 8, 12, 16 എക്സെട്ര നമുക്കറിയാവുന്നതാണ്. ഇനി 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരണം. അതായത് എന്താ? 1 കൂട്ടുക. ഇപ്പൊ നമ്മൾ സംഖ്യാശ്രേണി എന്ത് വരും? 0ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1, 4ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5, 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9, 12ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 13, 16ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 17 എക്സെട്ര. ഇതാണ് നമ്മുടെ സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ്. ഇനി ഈ നമ്പർ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അഥവാ സമാന്തര ശ്രേണി ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സമാന്തര ശ്രേണിയാണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരേ സംഖ്യയാണോ കൂട്ടുമ്പോൾ കിട്ടുന്നത് നോക്കണം, അല്ലെ? അല്ലെങ്കിൽ രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത്തത് കുറച്ച് നോക്കണം. രണ്ടാമത്തത് 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. ഇനി മൂന്നാമത്തെ നമ്പറായ 9ൽ നിന്ന് രണ്ടാമത്തെ നമ്പറായ 5 കുറയ്ക്കുക. അടുത്തടുത്തുള്ള 2 സംഖ്യകളെ എടുക്കാവുള്ളൂ. അതിൽ രണ്ടാമത്തിൽ നിന്ന് ആദ്യത്തെ എടുക്കണം. 9ൽ നിന്ന് 5 പോകുമ്പോൾ 4. ഇനി ഈ 2 സംഖ്യകൾ എടുക്കുക. അതിൽ രണ്ടാമത് കിടക്കുന്നത് 13ആണ്. ആ 13ൽ നിന്ന് ആദ്യത്തെ സംഖ്യയായ 9 കുറച്ച് കഴിയുമ്പോൾ 4 കിട്ടും. ഇനി ഇത് നോക്കിക്കോ, അതും കൂടെ നമുക്ക് നോക്കാം. 17ൽ നിന്ന് 13 പോയി കഴിയുമ്പോൾ 4 തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഈ സംഖ്യകളെല്ലാം സെയിം ആണല്ലോ. അതായത് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആണ്. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്ര വന്നു? പൊതുവ്യത്യാസം 4 കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് 4 ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. ഇവിടെ നേരത്തെ പോലെ തന്നെ 4ന്റെ ടേബിൾ എടുക്കുക. മൾട്ടിപ്പിൾസ് ഓഫ് 4 എടുത്തു നോക്കുക. ഏതാ വരുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 4? 0, 4, 8, 12, 16 എക്സെട്ര. ഇനി മിച്ചം 1 വരണം അല്ലെങ്കിൽ 2 വരണം. അപ്പൊ മിച്ചം 1 വന്നാൽ റിമൈൻഡർ 1 വരുമ്പം ഏതൊക്കെ നമ്പേഴ്സ് വരും? അതായത് 1 കൂട്ടി പോവുക.
ഇപ്പോൾ 1 4 0ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1, 4ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5, 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9, 13, 16ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 17. ഇനി റിമൈൻഡർ 2ഉം ആകാമല്ലോ. ഇപ്പം റിമൈൻഡർ 2 വരുമ്പോൾ എന്താ നമ്പേഴ്സ് ഏതൊക്കെ വരും? ഈ ആദ്യത്തെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെയാണ് 2 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 0യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 2, 4 + 2 6, 8 + 2 10, 12 + 2 14, 16 + 2 18 എക്സെട്ര. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന 4 കൊണ്ട് ഹരിച്ചാൽ ഒന്നല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. അപ്പോൾ ഇത് രണ്ടും വരികയല്ലേ. അപ്പോൾ നമ്മുടെ സംഖ്യാശ്രേണി എങ്ങനെ എഴുതും? ആദ്യത്തെ നമ്പർ 1, പിന്നെ ഓർഡറിൽ എഴുതണമല്ലോ. പിന്നെ 1 കഴിഞ്ഞാൽ പിന്നെ 2 വരും. അപ്പം നമ്മുടെ സംഖ്യാശ്രേണി വരുന്നത് 1 2, പിന്നെ വരുന്ന 5 6, 5 6, പിന്നെ വരുന്നത് 9 10, പിന്നെ 13 14 17 18. നമുക്ക് എല്ലാ നമ്പേഴ്സും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ നമുക്ക് നോക്കാം ഒരേ സംഖ്യയാണോ കൂട്ടിക്കൂട്ടി പോകുന്നത്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ എടുത്തു നോക്കാം. അവിടെ രണ്ടാമത് കിടക്കുന്ന സംഖ്യ 5. 5ൽ നിന്ന് ആദ്യം കിടക്കുന്ന 2 കുറയ്ക്കുമ്പോൾ 3 കിട്ടി. ഇവിടെ തന്നെ വ്യത്യാസമാണല്ലോ. ഇനി നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വ്യത്യാസമായതുകൊണ്ട് ഇതെന്താ അല്ല, സമാന്തര ശ്രേണി അല്ല, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം? വേണ്ട. കോമൺ ഡിഫറൻസ് വരുന്ന എവിടെയാണ്? അരിത്മെറ്റിക് സീക്വൻസിൽ മാത്രമേ ഉള്ളൂ കോമൺ ഡിഫറൻസ് വരത്തുള്ളൂ. അപ്പോൾ ഈ ചോദ്യവും മനസ്സിലായല്ലോ. ഇനി ഈ ചോദ്യത്തിൽ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്. ആദ്യം നമുക്ക് അത് തന്നെ എഴുതാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 എക്സെട്ര. ഇനി അതിൻ്റെ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങൾ. 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 എക്സെട്ര. ഇനി ഇത് നമുക്ക് ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ നമുക്ക് കുറച്ച് നോക്കാം. 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3 ആണ്. ഇനി 2 3 എടുക്കുക. രണ്ടാമത്തെ മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന സംഖ്യകൾ 9ൽ നിന്ന് 4 കുറയ്ക്കുന്നു. 9ൽ 4 പോകുമ്പോൾ 5 ആണ്. ഇവിടെ തന്നെ സെയിം നമ്പർ അല്ലല്ലോ. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ചോദ്യം ഇതാണ്: റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. ഇവിടെയും നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 4 5 എക്സെട്ര ആണ്. നമുക്ക് വേണ്ടത് റെസിപ്രോക്കൽസ് ആണ്. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ, 2ന്റെ റെസിപ്രോക്കൽ 1/2, 3യുടെ റെസിപ്രോക്കൽ 1/3, 4ന്റേത് 1/4, 5ന്റെ 1/5. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലേ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം രണ്ടാമത്തെ നമ്പറായ 1/2ൽ നിന്ന് ഒന്നാമത്തെ നമ്പറായ 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാഫിൽ നിന്ന് 1 പോകുമ്പോൾ 1ൽ നിന്ന് ഹാഫ് പോകുമ്പോൾ ഹാഫ് ആണ്, പക്ഷെ ചെറുതിൽ നിന്ന് വലുതായതുകൊണ്ട് -1/2 വരും. ഇനി 1/3ൽ നിന്ന് 1/2 സബ്ട്രാക്ട് ചെയ്യുക. അതായത് മൂന്നാമത് കിടക്കുന്ന നമ്പറിൽ നിന്ന് രണ്ടാമത് കിടക്കുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 3/6 എന്ന് വരും, അല്ലെങ്കിൽ -1/6 എന്ന് വരും. ഇവിടെ രണ്ടും സെയിം അല്ലല്ലോ. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് 2 ആണ്. 2ന്റെ കൃതികളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? 2^1, 2^2, 2^3, 2^4 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ 2^1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2² എന്ന് പറഞ്ഞാൽ 4. 2³ എന്ന് പറഞ്ഞാൽ 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 2s are 4, 4 2s are 8.
2⁴ എന്ന് പറഞ്ഞാൽ 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നർത്ഥം. 2 2s are 4, 4 2s are 8, 8 2s are 16 എക്സെട്ര. ഇനി ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്പറായ 4ൽ നിന്നും ആദ്യത്തെ നമ്പറായ 2 കുറയ്ക്കുന്നു. അപ്പോൾ 2 കിട്ടി. ഇനി 2 3 ആണ് എടുക്കുന്നത്. അപ്പോൾ മൂന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കണം. അപ്പോൾ 8ൽ നിന്ന് 4 കുറച്ചപ്പോൾ 4 കിട്ടി. രണ്ടും സെയിം നമ്പർ ആണോ? അല്ല. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ചോദ്യം ഇതാണ്, ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ പകുതിയാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഒറ്റ സംഖ്യകൾ എഴുതാം, ഓഡ് നമ്പേഴ്സ് എഴുതാം. 1 3 5 7 എക്സെട്ര. ഇനി ഹാഫ് എഴുതിക്കുക. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഹാഫ് എടുക്കണം. അപ്പോൾ 1ന്റെ ഹാഫ് 1/2, 3യുടെ ഹാഫ് 3/2, 5ന്റെ ഹാഫ് 5/2, 7/2 എക്സെട്ര. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ട് 1/2, 3/2 എന്ന് പറയുന്നത് 1.5 ആണല്ലോ, 5/2 എന്ന് പറയുന്നത് 2.5 ആണല്ലോ, 7/2 എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം തോന്നും. ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 1.5ൽ നിന്ന് ഹാഫ് കുറയ്ക്കുമ്പം 1.5ൽ നിന്ന് അര പോകുമ്പോൾ 1. ഇനി 2.5ൽ നിന്ന് 1.5 കുറക്കണം. അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മൾ എടുക്കുന്നു. അതിൽ മൂന്നാമത്തെ നമ്പർ 2.5 മൈനസ് 1.5. 2.5ൽ നിന്ന് 1.5 പോയാൽ എത്രയാണ്? ഹാഫ് പൊക്കോളുമല്ലോ. പിന്നെ 2ൽ നിന്ന് 1 പോകുമ്പോൾ 1. ഇനി മൂന്നാമത്തതും നാലാമത്തതും എടുത്ത് നമുക്ക് നോക്കാം. 3.5ൽ നിന്ന് 2.5 കുറയ്ക്കണം. അപ്പോൾ അവിടെയും 1 നമുക്ക് കിട്ടും. എല്ലാവരും സെയിം തന്നെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.